ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഒരുപാടൊന്നുമില്ല, ഒരു ഉച്ചര വരെയുള്ള എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. എന്താണെന്ന് ഞാനത് ഷൂട്ട് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിമ്മക്കുട്ടിയുടെ പിറന്നാളാണ്. സോ പിറന്നാളനുബന്ധിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് അമ്പലത്തിൽ പോവുക, കുറച്ച് ഫുഡ് കുക്ക് ചെയ്യുക, അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ചുമ്മാ നിങ്ങളുടെ അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. സോ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇടുന്ന ഒരു ഡ്രസ്സ്. ഒന്നുമില്ല, ഒരു സിമ്പിൾ കുർത്ത ആൻഡ് ഒരു വൈറ്റ് കളർ പാൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളർ പാൻറ്റിൻ്റെ കൂടെ ഇതുപോലെ നല്ല നല്ല കുർത്താസ് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വേറെ റെഡി ആയാലോ? സോ ഇതാണ് എൻ്റെ ഒരു ഔട്ട് വന്നിട്ട്. അവരൊക്കെ റെഡിയായി ഇറങ്ങി നമുക്കിനി വേഗം അമ്പലത്തിൽ പോവാം. പിറന്നാൾ ഭയങ്കര ഗംഭീരമായി ആഘോഷിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊന്ന് കുക്ക് ചെയ്യും, അത്ര തന്നെ. കാരണം പൊതുവേ ഞങ്ങൾ പിറന്നാൾ അങ്ങനെയാണ് ആഘോഷിക്കാറ്. ഡേറ്റ് വന്നിട്ടാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നിമാൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. സോ എല്ലാവരും വ്ളോഗൊക്കെ കാണണം. നമുക്ക് കുറച്ച് പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാനുണ്ട്. വേറെ ഒന്നുമില്ല, നിമയുടെ ബർത്ത്ഡേയും ഏട്ടൻ്റെ ബർത്ത്ഡേയും ഒക്കെ രണ്ടും അടുത്തടുത്തൊക്കെ തന്നെയാണ്, നാളും ഡേറ്റും ഒക്കെ. സോ എല്ലാം നമുക്ക് ഒരു ട്രിപ്പിൽ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു പ്രാവശ്യം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരതൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ പോളിസി. സോ തൊഴുതു ഇനി നമുക്ക് പ്രസാദം കഴിക്കാം. അവിലും മലരുമാണ് ഗൈസ്. ഞാൻ പൊതുവേ ഇതിൻ്റെ ഒരു ഫാനല്ല. ആൻഡ് നിമ്മയ്ക്ക് വന്നിട്ട് അതൊന്നും ഇഷ്ടമല്ല, അതിലുള്ള ശർക്കരയാണ് ഇഷ്ടം. അതെവിടെ പോയാലും ആ ഒരു ശർക്കര പെറുക്കി തിന്നുക എന്നുള്ളതാണ് ആളുടെ പോളിസി. ആക്ച്വലി രാവിലെ അമ്പലത്തിൽ പോയി തൊഴാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം എനിക്കതൊരു പോസിറ്റീവ് വൈബ് തരുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ഇഡ്ഡലി ആൻഡ് ചട്നിയാണ്. മാവ് നല്ലോണം തന്നെ പതച്ച് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും. നിമ്മയുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് ഇഡ്ഡലി ആൻഡ് ചട്നി. സോ അവളുടെ ഇഷ്ടപ്പെട്ട ദിവസം ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനെ നമ്മൾ ചായ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ദോശമാവ് അരയ്ക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നേരെ ഈസിലി പഠിച്ചെടുത്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അരച്ച് വെക്കുമ്പം 2-3 ദിവസത്തിലേക്ക് അരച്ച് വെക്കാറാണ് പതിവ്. ആൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ദോശ, ഇഡ്ഡലി, ദോശ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചട്നീസും സാമ്പാറും ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. ദെൻ ഓൾറെഡി ഞാൻ ഓയിലൊക്കെ തേച്ച് വെച്ച് സെറ്റപ്പ് ആക്കിയാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവുക, വേഗം കഴിക്കാം. നല്ല വിശപ്പുണ്ട് ഗൈസ്, കാരണം ഒക്കെ വന്നിട്ട് കുക്ക് ചെയ്യല്ലേ. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻസ് എന്താണെന്നൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ 3 പേര് മാത്രം ആയതുകൊണ്ട് തന്നെ ആർഭാടമൊന്നുമില്ല. കുറച്ച് സാമ്പാർ, കുറച്ച് അവിയൽ, ഉപ്പേരി, പപ്പടം, അച്ചാർ, ഇത്രയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് വേഗം വരാം ഗൈസ്. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അവിയലിലേക്ക്, സാമ്പാറിലേക്ക്. ആൻഡ് സാമ്പാർ സെപ്പറേറ്റ് കുക്കറിലടിക്കാതെ ചെയ്യാനുള്ളതുമായിട്ട് ഞാൻ 3 സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വറക്കുന്ന പരിപാടിയാണ്. സാമ്പാറിലേക്കുള്ള വറക്കുന്ന പരിപാടി എപ്പോഴും ചെയ്യാറ് ഏട്ടനാണ്. ഞാനതിൽ ഇടേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് പൊടിക്കൈയിൽ ഇട്ട് കൊടുക്കും എന്നല്ലാതെ എപ്പോഴും ആളാണ് എനിക്ക് കഥയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ അവിടെ ഞങ്ങൾ 2 പേരും നിന്നിട്ട് വറുത്തെടുക്കാറാണ് സ്ഥിരമായിട്ടും. കുക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എന്നെക്കാട്ടൊക്കെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന കുറേ അമ്മമാരും ആൻറ്റിമാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. സോ കുക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. എൻ്റേതായ രീതിയിൽ ഞാൻ പഠിച്ചെടുത്തതായ രീതിയിൽ ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ ഫൈനൽ അവിയൽ. അപ്പോൾ നമുക്കെല്ലാം സെർവ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് വിളമ്പി കൊടുക്കാം. ഒരാൾ ഡൈനിങ് ടേബിളിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുക നല്ല ദിവസത്തിൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. മെയിൻലി മോൾക്കും ഏട്ടനും വേണ്ടിയിട്ട്. ദെൻ പിറന്നാളുകാരി ഇരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കണത് തന്നെ ഭാഗ്യം ഗൈസ്, അല്ലാതെ ഒരു സ്ഥലത്തിരിക്കൂല. എന്തായാലും അവൾക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തതെല്ലാം അവൾ ഒരു നുള്ളാണെങ്കിലും അവളത് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ആൻഡ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വെജീസൊക്കെ ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്താലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇതുപോലെ ഇങ്ങനെ ക്യാരറ്റ്സ് പൊട്ടാറ്റോസൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചോളും. ഒരുപാടൊന്നും കഴിക്കില്ല, ഈ കൊടുത്തതൊന്നും കഴിക്കില്ല, എന്നാലും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അത് കണ്ട് നിൽക്കാനും കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ കൂടി എൻജോയ് ചെയ്യുന്നുണ്ട്, ഏട്ടൻ. അപ്പോൾ നമുക്ക് ആൾക്കും കൂടി പെട്ടെന്ന് ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കാം. അതല്ല എൻ്റെ ഒരു ഇത്. അപ്പോൾ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കും കൂടി വിളമ്പിക്കൊടുത്ത് അതിൻ്റെ റിവ്യൂവും കൂടി കേട്ടിട്ട് വേണം ഗൈസ് എനിക്ക് കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിരുന്നാൽ കുറച്ച് ലേറ്റായിട്ട് കുറച്ച് സമയമെടുത്ത് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും എല്ലാം ഒക്കെ ഒന്ന് പാകപ്പെടുത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ചെറിയൊരു പിറന്നാൾ ദിവസം നമ്മളിതുപോലെ കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് അതൊരുമിച്ചാണെങ്കിലും കഴിക്കുമ്പം അതൊരു വേറെ രസമാണ്. സോ എല്ലാവരും വ്ളോഗുകൾ കാണുക, വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബായ്.